സുഹൃത്തുക്കളെ, മുഖ്യമന്ത്രിയായി പറവൂരിൽ നിന്നുള്ള MLA ശ്രീ VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പേര് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു എന്നതാണ് ഇപ്പോൾ വലിയ അപരാധമായും ആക്ഷേപമായും വിമർശനമായും ഒക്കെ ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് അത് കാണാൻ സ്വന്തം മാതാപിതാക്കൾ ഇല്ലാതിരിക്കുക. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മയുടെ പേര് കൂടി പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഇല്ല. അച്ഛനും അമ്മയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മകനിങ്ങനെ മുഖ്യമന്ത്രിയാവുന്നൊന്നും. അപ്പോൾ അവർക്കുള്ള ട്രിബ്യൂട്ടാണിത്. അവരുടെ ആ പേര് പരിപൂർണമായി പറയുന്നതിനകത്ത് അച്ഛൻ്റെ പേര് പരിപൂർണമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രേഖകളിൽ അങ്ങനെയാണ്. ആ രീതിയിൽ അദ്ദേഹം ദാമോദരൻ മേനോൻ സതീശൻ എന്ന പേര് പറഞ്ഞതിനകത്ത് ആർക്കും എത്ര വലിയ ചൊറിച്ചിലുള്ളത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാമെന്നേ. ഈ കല്ലെറിയാൻ പോകുന്നവരാദ്യം EMSനെ കല്ലെറിയണം. EMS നമ്പൂതിരിപ്പാട് എന്ന് നിരന്തരമായി വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് KR ഗൗരിയമ്മയാണ്. ആ KR ഗൗരിയമ്മയെ EMSൻ്റെ മരണശേഷം ചെങ്കൊടി പതപ്പിച്ച് പറഞ്ഞയച്ചവരാണ് CPMൻ്റെ നേതാക്കന്മാർ. കൊലയാളി രാഘവൻ എന്ന് വിളിച്ച MP രാഘവനെ, കൂത്തുപറമ്പിലെ 5 ചെറുപ്പക്കാരുടെ മരണത്തിനിരയായ MP രാഘവനെ അവസാന കാലത്ത് ചുമന്ന കൊടി പതപ്പിച്ച് പറഞ്ഞയച്ചവരാണ് CPMമാർ. എന്നിട്ടാണ് ഈ രീതിയിലുള്ള ഊളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുമോ? നമ്മൾ ആദ്യത്തെ മന്ത്രിസഭയുടെ ലിസ്റ്റ് തന്നെ എടുത്തു നോക്കും. ആദ്യത്തെ മന്ത്രിസഭയ്ക്കകത്ത് കമ്മ്യൂണൽ ബാലൻസിങ് പോലും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ മന്ത്രിസഭയിൽ 11 പേര് 1957 EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പം EMS നമ്പൂതിരിപ്പാട് എന്ന് തന്നെയായിരുന്നു ഇതിന് കൊടുത്തിരുന്നത്. അന്ന് EMS എന്നല്ല, നമ്പൂതിരിപ്പാട് എന്നുള്ള പാട് അതിനകത്തുണ്ടായിരുന്നു. ആ പാട് പാർട്ടിക്കേറ്റർ കടുത്ത പാടായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ആര്യ അന്തർജനമായിരുന്നു. സ്വസമുദായത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. വിപ്ലവത്തിൻ്റെ വഴിയെ പോയിട്ട് പിന്നെ വേറെ ഏതെങ്കിലും കീഴ്ജാതിക്കാരിൽ നിന്ന് വിവാഹം കഴിക്കാനൊന്നും നിന്നിട്ടില്ല. ആര്യ അന്തർജനം പിന്നെ അവരുടെ മരണത്തിന് ശേഷം അവരുടെ കണ്ണ് ബാക്കിയുള്ള അവയവങ്ങളൊക്കെ ദാനം ചെയ്തു. അതിനെ ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ഒരു നമ്പൂരി തന്നെ വന്നു. C അച്യുതൻ മേനോനാണ് സാമ്പത്തികം. പിന്നെ മൂന്നാമത്തേത് BR കൃഷ്ണയ്യർ നിയമം വിദ്യുശക്തി. 4 AR മേനോൻ ആരോഗ്യം. 4 പേര് പക്കാ നായന്മാരാണ്. KP ഗോപാലൻ ഏതായിരുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കണ്ണൂർക്കാരനായിരുന്നു. പിന്നെയുള്ളത് അച്ചായന്മാരാ. TV തോമസ് ഗതാഗതം തൊഴിൽ, ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം. ഇങ്ങനെയാണ് അവരുണ്ടായിരുന്നത്. ഈഴവ സമുദായത്തിൽ നിന്ന് KR ഗൗരി റവന്യൂ എക്സൈസും. അതേപോലെ തന്നെ ഈഴവ സമുദായത്തിൽ നിന്നാണോ KP ഗോപാലൻ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ നിൽക്കുന്നില്ല. അദ്ദേഹം അതേപോലെ തന്നെ PK ചാത്തൻ അടിസ്ഥാന വർഗത്തിൽ നിന്നുണ്ടായിരുന്ന ആൾ. PK ചാത്തൻ വിദ്യാഭ്യാസം സ്വയംഭരണം. TA മജീദ് പൊതുമരാമത്ത്. 11 മന്ത്രിമാരുണ്ടാവുമ്പോൾ ആ 11 മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന നായന്മാരും ബാക്കി ക്രിസ്ത്യാനികളും കൂടി അവിടെ വീതിച്ചെടുത്തു. അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ ഇവരുടെ വിമോചന സമരം ഫലപ്രാപ്തിയിലാകുകയും ചെയ്തു. അന്ന് നായന്മാരും ക്രിസ്ത്യാനികളും കൂടിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഒരൊറ്റ മുസ്ലിമാണ്, TA മജീദ് മാത്രമാണ് ആ മന്ത്രിസഭയിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉൾപ്പെട്ടിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എന്തിനേറെ അതിന് ശേഷമുള്ള മന്ത്രിമാരുടെ കാര്യങ്ങളും കൂടി എടുത്തു നോക്ക്. KP ഗോപാലിൻ്റെ ചരിത്രം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. മാങ്കിൽ കണ്ണനും കൊറ്റിയത്ത് കല്യാണിയുമായിരുന്നു മാതാപിതാക്കൾ. ഓക്കെ. അദ്ദേഹം മിശ്രമോചന സമരത്തിലൊക്കെ പങ്കെടുത്തതാണ്. അദ്ദേഹം നായരാണെന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു, EMS നമ്പൂതിരിപ്പാട്. അച്യുതൻ മേനോനെ പോലെയുള്ളൊരു നായരുണ്ടായിരുന്നു. BR കൃഷ്ണയ്യരെ പോലെയുള്ള ഒരു അയ്യരുണ്ടായിരുന്നു. AR മേനോനെ പോലെയുള്ള നായരുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്ക്. MN ഗോവിന്ദൻ നായർ CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നില്ലേ? P ഗോവിന്ദപിള്ള CPIയുടെയും വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിന്നീട് CPMൻ്റെയും സൈദ്ധാന്തികനായിരുന്നില്ലേ? PK വാസുദേവൻ നായർ CPIയുടെ മുഖ്യമന്ത്രിയായിരുന്നില്ലേ? E ചന്ദ്രശേഖരൻ നായർ മന്ത്രിയായിരുന്നില്ലേ? T ശിവദാസൻ മേനോൻ CPMൻ്റെ മന്ത്രിയായിരുന്നില്ലേ? ധനകാര്യവും വൈദ്യുതി വകുപ്പും കൈകാര്യം ചെയ്തതല്ലേ? V വിശ്വനാഥ മേനോൻ 87 നായർ മന്ത്രിസഭയുടെ സമയത്താണെന്ന് തോന്നുന്നു, അന്ന് മന്ത്രിയായിരുന്നില്ലേ?
അതേസമയം ഫാദർ വടക്കനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിഷപ്പോ വന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും പാസ്റ്ററൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദ്, ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയതുപോലെ പിന്നെ തലപ്പാവും താടിയും പിന്നെ ഒക്കെ വെച്ചിട്ട് ഒരു ഉസ്താദ് വന്നിട്ട് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ നടക്കുമോ? അപ്പം ഇവിടേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാമി ഇവിടെ വന്നു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. കേരളത്തിനകത്ത് ഇതെല്ലാം നടന്നിട്ടുള്ളതാണ്. കേരളത്തിനകത്ത് സതീശൻ പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പൂർണ്ണമായി പറയുന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഐക്യ കേരളത്തിൻ്റെ പ്രഥമ മന്ത്രിസഭയിൽ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്ത ബഹുഭൂരിപക്ഷം പേരും അവർ മനുഷ്യപക്ഷത്ത് നിന്നവരല്ല, അവർ ജാതിബോധമുള്ളവരായിരുന്നു, അവരുടെ ഉള്ളിൽ വർണ്ണവെറി ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം പിന്നെ EMS നമ്പൂതിരിപ്പാടിന് വർണ്ണവെറി ഉണ്ടായിരുന്നു എന്ന് ആക്ഷേപിച്ചത് ഞാനല്ല, KR ഗൗരിയമ്മയാണ്. നമ്പൂരിപ്പാടെന്ന് മാത്രമായിരുന്നു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ചരിത്രബോധമില്ലാതെ ഇത്തരം വിഷയങ്ങളെ ഇപ്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന, യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന വിഷയങ്ങളെയെല്ലാം മാറ്റിക്കൊണ്ട് ഈ പേരിൻ്റെ പുറകെ സൈക്കിൾ എടുത്ത് കൂടുന്ന സഖാക്കൾക്ക് ഇപ്പോൾ നേരം എടുത്തിട്ടില്ല എന്ന സങ്കടം പങ്കുവെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ VD സതീശന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു.